ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. Extract of nature. Samia's Wedding Arcade, SBT Building, Velakudi, Kunnikode. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഫോൺ 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. കൊച്ചറിയ അസോസിയേറ്റ്സ്, പനമ്പറ്റ. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ആവണീശ്വരം പനമ്പറ്റ കുരിശടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഫർണിച്ചർ നിർമ്മാണ വിപണന സ്ഥാപനമാണ് കൊച്ചറിയ അസോസിയേറ്റ്സ്. ഈടും ഉറപ്പുമുള്ള തേക്കിന്റെയും വീട്ടിയുടെയും വുഡൻ ഫർണിച്ചറുകൾ, കുഷ്യൻ ഫർണിച്ചറുകൾ, ഡൈനിങ് ടേബിളുകൾ, കട്ടിലുകൾ, അലമാരകൾ, കൂടാതെ വീടുപണിക്ക് ആവശ്യമായ കട്ടിളകൾ, ജനാലകൾ എന്നിവ അതാത് സൈറ്റുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. കൊച്ചറിയ അസോസിയേറ്റ്സ്, പനമ്പറ്റ. ഫോൺ 0475 2322 074. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്തകൾ. സ്ത്രീ തൊഴിലാളിയോട് അപമര്യാദയായി പെരുമാറിയ RPL സൂപ്പർവൈസറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏരൂർ പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഒക്ടോബർ 1 ലോക വയോജന ദിനം. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം നാട്ടിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. UDF പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. KPCC വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ സമരം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഒക്ടോബർ 1 ലോക വയോജന ദിനം. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം നാട്ടിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരും. ലൈവ് വാർത്ത സ്പെഷ്യൽ. വാർദ്ധക്യകാലത്ത് തങ്ങൾക്ക് താങ്ങും തണലുമായി സംരക്ഷിക്കും എന്ന് കരുതുന്ന മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന അച്ഛനമ്മമാരുടെ എണ്ണം നാട്ടിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. നിസ്സാര കാര്യങ്ങൾ പോലും കുടുംബത്ത് പരിഹരിക്കപ്പെടാതെ വൃദ്ധജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ പ്രതിദിനം വർദ്ധിച്ചു വരുന്നു. ഈ സാഹചര്യത്തിൽ വയോജന ദിനത്തിന്റെ പ്രസക്തി ഏറുകയാണ്. വയോജനങ്ങൾക്ക് നാട്ടിൽ ലഭിക്കേണ്ട അർഹതയും പരിഗണനയും ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. ഈ അവസ്ഥയ്ക്ക് സമൂലമായ മാറ്റമുണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഒരു വൃദ്ധജനങ്ങൾക്ക് പോലും തെരുവിൽ അലയേണ്ടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. വയോജനങ്ങൾ നടതള്ളപ്പെടുമ്പോൾ മനുഷ്യത്വം മരവിച്ച പരിഷ്കൃത വിഭാഗം സമൂഹത്തിന് അപമാനമാകും. വൃദ്ധജനങ്ങൾക്ക് സ്നേഹവും പരിചരണവും നൽകി ഒപ്പം നിർത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഒരു വയോജന ദിനം കൂടി സ്വാഗതം ചെയ്യപ്പെടുമ്പോൾ വയോജനങ്ങളോടുള്ള കാഴ്ചപ്പാടിലും സമീപനത്തിലും പരിഷ്കൃത സമൂഹം ഏറെ പ്രാകൃതമായി കൊണ്ടിരിക്കുകയാണെന്ന് കാണാൻ കഴിയും. തെരുവിലെറിയപ്പെടുന്ന വാർദ്ധക്യം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുകയാണ്. അനുദിനം മുളച്ചുപൊങ്ങുന്ന വൃദ്ധസദനങ്ങളും അഗതി മന്ദിരങ്ങളുമെല്ലാം ആശങ്കാജനകമായ സാമൂഹ്യ യാഥാർത്ഥ്യമായി മാറുകയാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥിതി തകർന്നതും ആ സ്ഥാനത്ത് ന്യൂക്ലിയർ കുടുംബങ്ങൾ സ്ഥാനം പിടിച്ചതും കൂടാതെ പുതുതലമുറ പാശ്ചാത്യ സംസ്കാരത്തിന്റെ മനുഷ്യത്വരഹിതമായ അംശങ്ങൾ ഹൃദയത്തിലേറ്റിയതുമെല്ലാം വയോജനങ്ങളെയാണ് ഏറെ ദോഷകരമായി ബാധിച്ചത്. വാർദ്ധക്യം തങ്ങൾക്ക് ബാധകമല്ലെന്ന ദാർഢ്യത്തിലാണ് പുതുതലമുറയുടെ പ്രയാണം. കാലഗതിക്കനുസരിച്ച് എല്ലാവരും പ്രായമാകുമെന്നും വാർദ്ധക്യം രോഗത്തിന്റെയും അവശതകളുടേതുമാണെന്ന തിരിച്ചറിവ് യുവതലമുറയ്ക്ക് ഉണ്ടാകണം. വൃദ്ധരായ മാതാപിതാക്കൾ നടതള്ളപ്പെടേണ്ടവരല്ലെന്ന ഗാർഹികവും മനുഷ്യത്വപരവുമായ ബോധവും സംസ്കാരവും ആധുനിക സമൂഹത്തിലും പുതുതലമുറയിലും വളർത്തിയെടുക്കേണ്ട സമയം ഏറെ വൈകിയിരിക്കുന്നു.
വാർദ്ധക്യം ഒരു പ്രകൃതി സത്യമാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട സ്നേഹവും പരിചരണവും നൽകാൻ എല്ലാവർക്കും കഴിയണം. ഒപ്പം വയോജനങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ആവശ്യമായ കരുതലുകൾ ഭരണകൂടം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. വയോവൃദ്ധരെ സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു കുടുംബ വ്യവസ്ഥയ്ക്കും സാമൂഹ്യ വ്യവസ്ഥയ്ക്കുമായി നമുക്ക് കൈകോർക്കാം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിളക്കുടി സ്നേഹതീരത്ത് ലോക വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ചവറ KS പിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ തലതിരികിടക്കട്ടെ എന്നടുത്തിരിക്കുക ഭദ്രേ നിന്നടിത്തട്ടി ഒന്നു ഞാൻ തലതിരികിടക്കട്ടെ നിനക്കും വയ്യ പ്രായം നമ്മളിൽ വരുത്തിയ തിരുത്തൽ രോഗാതുരപീഠകൾക്കടിമകൾ നിനക്കും വയ്യ പ്രായം നമ്മളിൽ വരുത്തിയ തിരുത്തൽ രോഗാതുരപീഠകൾക്കടിമകൾ. കവികളായ വാക്കനാട് സുരേഷ്, ഗണപൂജാരി എന്നിവർ ചടങ്ങിൽ കവിതകൾ അവതരിപ്പിച്ചു. സ്നേഹതീരത്തെ അമ്മമാരെ ചടങ്ങിൽ ആദരിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B രാധാമണി, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം സജീദ്, പുനലൂർ നഗരസഭ ആരംഭന വാർഡ് കൌൺസിലർ സുജാത, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. UDF പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് പടിക്കൽ നടന്ന ധർണ KPCC വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. ധർണയ്ക്ക് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കേരള ജനത കണ്ടിട്ടില്ല. ഇല്ലാതാണിട്ടില്ല. ഈ മണ്ണിൽ സ്ഥാനത്തില്ല. ധർമ്മസമരം സിന്ദാബാദ്. ഒരിക്കലും പുനലൂർ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. എന്തോ കാരണങ്ങളാലാണ് അദ്ദേഹം മറ്റു സ്ഥലത്ത് പോകാതെ തൻ്റെ ജന്മനാട്ടിൽ ഈ ധർണയിൽ പങ്കെടുക്കാൻ നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ വളരെ സീനിയർ നേതാവ്, KPCCയുടെ വൈസ് പ്രസിഡന്റ്, ഉജ്ജ്വല വാഗ്മി കൂടിയായ ശ്രീ ഭാരതീപുരം ശശി, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് KSUവിൻ്റെ മുൻ പ്രസിഡന്റും പുനലൂരിൻ്റെ മുൻ MLA കൂടിയായ ശ്രീ പുനലൂർ മധു, കേരള കോൺഗ്രസിന്റെ സമുന്നതനായ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഒരു ഗവൺമെന്റ്. അതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ്. ആ പ്രോസസ്, ആ പ്രക്രിയ, ജനാധിപത്യം ഷാൽ നോട്ട് പെരിഷ് ഫ്രം ദ എർത്ത് എന്നാണ്. ഭൂമിയിൽ നിന്ന് ഒരു കാലത്തും ഒരു ശക്തിക്കും തുടച്ചു നീക്കാനാവാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിന് നേർക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യമായി വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല, അറിയിക്കേണ്ടത് മാത്രം അറിയിക്കും. ക്യാബിനറ്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അതാണോ ജനാധിപത്യം? ഇന്ത്യയുടെ പരമ്പരാഗതമായ വളർച്ച ഈ രാജ്യത്തിൽ ഉണ്ടാകണമെങ്കിൽ, വികസനം ഉണ്ടാകണമെങ്കിൽ പൊതുമേഖല മൊത്തം
കമ്മ്യൂണിസം വിൽക്കണം. ആരാ പറയുന്നത്? പിണറായി വിജയന്റെ സാമ്പത്തിക ഉപദേശക ഗീതാ ഗോപിനാഥ്. എന്താ പറഞ്ഞത്? തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പരിരക്ഷ എടുത്തു കളഞ്ഞ് നമ്മുടെ കമ്പോളങ്ങൾ ആഗോള കുത്തകൾക്ക് തുറന്നു കൊടുക്കണം. ഭൂമി ഏറ്റെടുക്കൽ നിയമം റദ്ദാക്കണം. വളത്തിന് സബ്സിഡി കൊടുക്കരുത്, ഗ്യാസിന് സബ്സിഡി കൊടുക്കരുത്. മാത്രമല്ല, ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം ആളുകൾക്ക് അന്നം കൊടുക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേണ്ട. ആരാ പറയുന്നത്? ഗീതാ ഗോപിനാഥ്. ആരാവർ? തീവ്ര സാമ്പത്തിക വിദഗ്ധ. ആരാണവർ? ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രി. നിങ്ങൾക്കറിയാം, പിണറായി വിജയന്റെ സാമ്പത്തിക ഉപദേശക. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗോളവൽക്കരണത്തിനെതിരാണോ? സ്വകാര്യവൽക്കരണത്തിനെതിരാണോ? ഉദാരവൽക്കരണത്തിനെതിരാണോ? ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരാണോ? പറയണം. നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധ പറയുന്നു ഇതെല്ലാം പാടില്ല. അപ്പോ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി ഇടതുപക്ഷ സാഹസികത പറയുക, ജയിച്ചു കഴിഞ്ഞാൽ വലതുപക്ഷ തീവ്രവാദം. ഇതാണോ കമ്മ്യൂണിസം? UDF പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ താലൂക്ക് ഓഫീസ് പടിക്കൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയുടെ പേര് പറഞ്ഞ അധികാരത്തിൽ വന്ന LDF സർക്കാർ സ്വാശ്രയ കോളേജിന്റെ പേരിൽ പകൽക്കൊള്ള നടത്തുകയാണ്. കുടുംബ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് അമിത ഫീസ് ഈടാക്കാനെടുത്ത തീരുമാനം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. LDF സർക്കാരിന്റെ 100 ദിവസം പൂർത്തിയായപ്പോൾ തന്നെ UDFനെ സമരത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടു. UDF നിയോജക മണ്ഡലം ചെയർമാൻ കരിക്കത്തിൽ പ്രസേനന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ UDF നേതാക്കളായ പുനലൂർ മധു, ഭാരതീപുരം ശശി, C മോഹനൻ പിള്ള, S താജുദ്ദീൻ, അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ, നെൽസൺ സെബാസ്റ്റ്യൻ, കൈപ്പള്ളിയിൽ മാധവൻകുട്ടി, KA കലാം, കരവാളൂർ ജോർജ്, K ശശിധരൻ, C ബാലചന്ദ്രൻ, സഞ്ജു ബുക്കാരി, അമ്മിണി രാജൻ, M നാസർ ഖാൻ, അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, എബ്രഹാം ജോർജ്, അടൂർ ജയപ്രസാദ്, അഡ്വക്കേറ്റ് ജെറോം തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് പുനലൂർ KSRTC ഡിപ്പോയിൽ AITUC പ്രവർത്തകർ സ്റ്റേഷൻ മാസ്റ്ററെ ഉപരോധിച്ചു. ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ശമ്പളം നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നു എന്നാരോപിച്ച് ഭരണകക്ഷിയിൽപ്പെട്ട AITUC പ്രവർത്തകരാണ് സമരം സംഘടിപ്പിച്ചത്. യൂണിയൻ സെക്രട്ടറി PC ഷാജി സമരം ഉദ്ഘാടനം ചെയ്തു. അത് പകലന്തിയോളം പണിയെടുക്കുന്നവർ രാവിലെ 5 മണിക്കും 6 മണിക്കും ഡ്യൂട്ടിക്ക് എത്തുവാൻ വേണ്ടി വെളുപ്പിന് 2 മണിക്കും 3 മണിക്കും തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന് പകലന്തിയോളം പണിയെടുത്ത് രാത്രിയിൽ അസ്തമയം 12 മണി 11 മണിയോടുകൂടിയാണ് ഓരോ ജീവനക്കാരും വീട്ടിലെത്തിച്ചേരുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ജോലിക്കാരനെ വിളിച്ചാൽ രാവിലെ 8 മണിക്കോ 9 മണിക്കോ പണിക്ക് വന്നാൽ 5 മണിക്ക് പണി കഴിയുമ്പോൾ ആ ജോലിക്കാരന് ശമ്പളം കിട്ടിയില്ലെങ്കിൽ ആ ജോലിക്കാരനെ പിറ്റേന്ന് ജോലിക്ക് വിളിച്ചാൽ വരില്ല എന്ന് മാത്രമല്ല, ആ ജോലിക്കാരന് ആ വീട്ടുടമസ്ഥനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോഴത്തെ സമൂഹത്തിൽ ആരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSRTCയിൽ ചെയ്ത ജോലിക്ക് ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് തൊഴിലാളികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രസിഡന്റ് ഉദയൻ, യൂണിയൻ സംസ്ഥാന സമിതി അംഗം KR കമൽരാജ്, ജില്ലാ പ്രസിഡന്റ് K ജാക്സൺ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വാറന്റി ഉള്ളത് വാങ്ങിയിരുന്നെങ്കിൽ. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് S9 മോട്ടോഴ്സ് നിയർ SBT അഞ്ചൽ. ഏത് ബ്രാൻഡ് യൂസ്ഡ് കാറുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു. നിങ്ങളുടെ യൂസ്ഡ് കാറുകൾക്ക് ഏറ്റവും മികച്ച മൂല്യത്തോടെ ഇവിടെ വിൽക്കുവാൻ സാധിക്കുന്നു. SBI, HDFC, മഹീന്ദ്ര, ശ്രീറാം തുടങ്ങിയ കമ്പനികളുടെ ഫിനാൻസ് സൗകര്യം. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് S9 മോട്ടോഴ്സ് നിയർ SBT അഞ്ചൽ. ഇടിമണിക്കൽ ജ്വല്ലറി അവതരിപ്പിക്കുന്നു 60 ദിവസത്തെ ആനിവേഴ്സറി ഓഫർ. നറുക്കെടുപ്പില്ല, ഭാഗ്യ പരീക്ഷണമില്ല, എല്ലാ പർച്ചേസിനും സമ്മാനം. 4 ഗ്രാം സ്വർണം വാങ്ങുമ്പോൾ ഒരു അയൺ ബോക്സ് സമ്മാനം. 1 പവനൊപ്പം സീലിംഗ് ഫാനോ റൈസ് കുക്കറോ പ്രഷർ കുക്കറോ സമ്മാനമായി സ്വന്തമാക്കാം. 50 പവൻ വാങ്ങുമ്പോൾ മെഗാ സമ്മാനമായ ഒരു ഹീറോ ബൈക്ക് തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. ഈ ഓഫർ ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. ഇടിമണിക്കൽ ജ്വല്ലറി, പുനലൂർ.
White Pearl Fashion Destination. Sari, chudar materials, kids wear, gents wear, party wear തുടങ്ങി quality textiles ഉൽപ്പന്നങ്ങൾ. White Pearl Fashion Destination, Main Road, Punalur. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. വസ്ത്ര വിപണന രംഗത്ത് ചിത്രാസ് കളക്ഷൻസ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ 3 നിലകളിലായി. വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾ, കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തുണിത്തരങ്ങൾ. ചിത്രാസ് കളക്ഷൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 9447019569 0475224246. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകാല, പുനലൂർ. ഫോൺ 9388709485. രക്തദാനത്തിലൂടെ മുരുകൻ കേളങ്കാവ് മാതൃകയാകുന്നു. 1500ഓളം രോഗികൾക്കാണ് മുരുകന്റെ ഇടപെടലിലൂടെ രക്തം ലഭ്യമായത്. പുനലൂരിൽ രക്തം ആവശ്യമുള്ളവരുടെ ബന്ധുക്കൾ ആദ്യം ആശ്രയിക്കുന്നത് മുരുകനെയാണ്. 1500ഓളം പേർക്കാണ് മുരുകന്റെ ഇടപെടലിലൂടെ രക്തം നൽകിയത്. താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നിരവധി ക്യാമ്പുകളും ബോധവൽക്കരണ സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ റെഡ് റിബൺ ക്ലബ് കൺവീനർ കൂടിയാണ് മുരുകൻ. യാതൊരു ലാഭേച്ഛയും കൂടാതെയാണ് ഈ പൊതുപ്രവർത്തകൻ ഈ സത്കർമ്മം നടത്തുന്നത്. നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനും രക്തദാനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രക്തദാനത്തിൽ 50 തവണ പൂർത്തീകരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിന് എന്നെ അകമൊഴിഞ്ഞ് സഹായിച്ചവരാണ് എൻ്റെ സുഹൃത്തുക്കൾ. ഈ പുനലൂരിലെ ഒട്ടനവധി കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രിയിലും ഒട്ടനവധി രോഗികൾക്ക് അപകട സമയത്തും അസുഖം ബാധിച്ചവർക്കും രക്തം നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുകയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തന്നെ ബ്ലഡ് ബാങ്കിൽ തന്നെ ഒട്ടനവധി ക്യാമ്പുകൾ ഈ താലൂക്കിൻ്റെ വിവിധ മേഖലകളിൽ സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങി സന്നദ്ധ സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിൽ ഒട്ടനവധി ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ബ്ലഡുകൾ ഇവിടെ സ്വീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഇതുപോലുള്ള ദിവസങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലൈവ് വാർത്ത, പുനലൂർ. രക്തദാനത്തിലൂടെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന മുരുകൻ കേളങ്കാവിനെ താലൂക്ക് ആശുപത്രിയിൽ ചേർന്ന യോഗത്തിൽ അനുമോദിച്ചു. ചടങ്ങിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ രക്തദാന സന്ദേശം നൽകി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചേർന്ന യോഗത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ രക്തദാന സന്ദേശം നൽകി. പുനലൂർ ബ്ലഡ് ബാങ്ക് അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് തന്നെയാണ് യാദൃശ്യമായിട്ട് നമുക്കൊരു അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. കമ്പോണന്റ് സെപ്പറേഷൻ യൂണിറ്റ് പുനലൂർ താലൂക്ക് ആശുപത്രി തുടങ്ങുവാനുള്ള പ്രപ്പോസൽ സർക്കാർ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് പുനലൂർ സാധാരണ ഹോൾ ബ്ലഡ് കൊടുക്കുന്ന രക്തം അതുപോലെ എടുത്ത് അതുപോലെ പകർന്നു നൽകുന്ന ഒരു രീതിയാണ് പണ്ട് തൊട്ടേ കണ്ടിരിക്കുന്നത്. അത് വളരെ പ്രാകൃതമായ രീതിയാണ്. പക്ഷെ അത് മാറ്റിയിട്ട് അതിനകത്തുള്ള ഘടകങ്ങൾ വേർതിരിച്ച് നൽകുക എന്നുള്ളതാണ് ഏറ്റവും ആധുനികമായ ശാസ്ത്രീയ സംവിധാനങ്ങൾ. പ്ലേറ്റ്ലെറ്റ് വേണ്ടവർക്ക് പ്ലേറ്റ്ലെറ്റ് കൊടുക്കുക, പിന്നെ ചുവന്ന ശ്വേതരക്താണുക്കൾ കൊടുക്കുന്നവർക്ക് ശ്വേതരക്താണുക്കൾ കൊടുക്കുക, റെഡ് ബ്ലഡ് RBCs കൊടുക്കുന്നവർക്ക് അത് കൊടുക്കുക. അത്തരത്തിലുള്ള കമ്പൗണ്ട് സെപ്പറേഷൻ യൂണിറ്റ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ള രീതിയിലേക്കുള്ള പ്രപ്പോസൽ അത് ഏതാനും ഞാൻ കരുതുന്ന ഏതാനും മാസങ്ങൾക്ക് പുനലൂർ താലൂക്ക് ആശുപത്രി യാഥാർത്ഥ്യമാവുന്നതാണ് കരുതുന്നത്. അതും ഈ ദിനത്തിൽ സംഭവിച്ചൊരു നിമിത്തമാണ്. 89 പേർക്കാണ് കേരള സംസ്ഥാനത്തിൽ രക്തദാനവുമായി ബന്ധപ്പെട്ട HIV ബാധിച്ചു എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് നമ്മളെക്കാളും പുറകിൽ നിൽക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. മഹാരാഷ്ട്ര പോലും നമ്മളെക്കാളും പുറകിലാണ്. അപ്പോൾ അത് നൽകുന്ന ഒരു മെസ്സേജ് വളരെ വലുതാണ്. കൊല്ലത്തുള്ള 3 പ്രധാനപ്പെട്ട ബ്ലഡ് ബാങ്കുകളിൽ ഒന്ന് പുനലൂർ താലൂക്ക് ആശുപത്രി. പുനലൂർ താലൂക്ക് ആശുപത്രി അല്ലാതെ
കൊല്ലത്തെ IMA ബ്ലഡ് ബാങ്കും ജില്ലാ ആശുപത്രിയിൽ മാത്രമാണ് കൊല്ലം ജില്ലയിൽ അംഗീകൃതമായ ബ്ലഡ് ബാങ്ക് നിലവിലുള്ളത്. പക്ഷേ നമുക്കറിയാം എല്ലാ ആശുപത്രികളിലും രക്തദാനങ്ങൾ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ രക്തം കൊടുക്കുന്നവരെയും രക്തം നൽകുന്നവരുടെയും ആരോഗ്യത്തിന് ഒരുപക്ഷെ ഹാനികരമാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ വൈദ്യ സമൂഹത്തിൽ നടക്കുന്നുവെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. സേഫ് ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാലമാണെന്ന് എനിക്ക് തോന്നുന്നു. നഗരസഭാ കൌൺസിലർമാരായ G. ജയപ്രകാശ്, CPM നേതാവ് അഡ്വക്കേറ്റ് P. സജി, സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. രക്തദാനത്തിലൂടെ സൽക്കർമ്മം ചെയ്യുന്ന മുരുകനെ ചടങ്ങിൽ പങ്കെടുത്തവർ അനുമോദിച്ചു. കൂടുതൽ പേർ ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ അണിചേരണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്ത്രീ തൊഴിലാളിയോട് അപമര്യാദയായി പെരുമാറിയ RPL സൂപ്പർവൈസറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിലെ സ്ത്രീ തൊഴിലാളിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കമ്പനി സൂപ്പർവൈസറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏരൂർ കോണത്തുമുക്ക് NR മന്ദിരത്തിൽ ഷിബുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ മാസം 26-നാണ് കേസിനാസ്പദമായ സംഭവം. സൂപ്പർവൈസർ അപമര്യാദയായി പെരുമാറിയെന്ന് കാട്ടി യുവതി കമ്പനി അധികൃതർക്കും കൊല്ലം റൂറൽ SP-ക്കും പരാതി നൽകി. ഏരൂർ പോലീസാണ് ഷിബുവിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു. ലൈവ് വാർത്ത, അഞ്ചൽ. ഗോസംരക്ഷണ ജൈവ കാർഷിക കിസാൻ സമിതിയുടെ 1ാം വാർഷികവും ക്ഷീര കർഷക സംഗമവും സംഘടിപ്പിച്ചു. ശനിയാഴ്ച ഇടവൻ കൃഷിഭവനിൽ നടന്ന ചടങ്ങ് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. ക്ഷീര കർഷകൻ ചെയ്യുന്ന ജോലി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഹാജർ ഇട്ട് നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ചെയ്യും. ക്ഷീര കർഷകന് അവൻ വലിയ അധ്വാനമാണ് ചെയ്യുന്നത്, വലിയ അധ്വാനം. പക്ഷേ അധ്വാനത്തിനനുസരിച്ചുള്ള വരുമാനമില്ല. ക്ഷീരകൃഷി നഷ്ടമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ക്ഷീര കർഷകന് അവന്റെ അധ്വാനത്തിനനുസരിച്ചുള്ള വരുമാനമില്ല. കാർഷിക മേഖലയിൽ പോലെ തന്നെ ഉൽപാദന മേഖലയിൽപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കൃഷിക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ക്ഷീര കൃഷിക്കാർക്കും ലഭിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ചോദിക്കും, ഇതിന്റെ ചുമതലയുള്ള മന്ത്രി തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളല്ല തീരുമാനിക്കുന്നത്. കേന്ദ്ര കൃഷി കാര്യാലയവും കേന്ദ്ര കൃഷി ഡിപ്പാർട്ട്മെന്റുമാണ് ഏതെല്ലാമാണ് കാർഷിക മേഖലയിൽ വരുന്നത്, ഏതെല്ലാമാണ് അല്ലാതെ വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നികുതി നിശ്ചയിക്കുന്നതും അതുപോലെ തന്നെ സബ്സിഡി കൊടുക്കണമെങ്കിൽ കൊടുക്കുന്നത് നിശ്ചയിക്കുന്നതും മറ്റും എല്ലാം. കാർഷികോൽപ്പന്നമാണോ അതോ ഇത് വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണോ? ഇത്തരം പരിശോധനകളെല്ലാം അവർ നടത്തിയിട്ടാണ് അവർ തീരുമാനമെടുക്കുന്നത്. ഇപ്പോഴും ക്ഷീര കൃഷി അങ്ങനെ ഒരു കാർഷിക പ്രവൃത്തിയായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് മാറണം തീർച്ചയായിട്ടും. നിലവിൽ ക്ഷീരകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ എല്ലാവിധ നടപടിയും സ്വീകരിക്കുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് K. രാജു വ്യക്തമാക്കി. ചടങ്ങിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലൈലജ അധ്യക്ഷയായി. ഗോസംരക്ഷണ ജൈവ കാർഷിക കിസാൻ സമിതി ട്രഷറർ T. ജേക്കബ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് A. T. എബ്രഹാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. മൺറോത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു കരുണാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L. ഗോപിനാഥ് പിള്ള, ജനതാദൾ യു കൊല്ലം ജില്ലാ പ്രസിഡന്റ് കായിക്കർ നജീബ്, തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് മാത്യു, രഞ്ജിത്ത് പുലരിമല, A. T. ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. സുദർശനൻ, P. കൃഷ്ണകുമാരി, P. ശിവപ്രസാദ്, R. ശശിധരൻ പിള്ള, റുഖിയ ബിന്ദുനൂർ സാഹിബ് എന്നീ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു.
തുടർന്ന് കന്നുകാലി വളർത്തലും ജൈവവ്യാപനവും എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. ചടങ്ങിൽ മന്ത്രി ഉൾപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച നിവേദനവും സമിതി സമർപ്പിച്ചു. കന്നുകാലി വളർത്തൽ കർഷകർക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുക, കന്നുകാലികൾക്കുള്ള ഇൻഷുറൻസ് പ്രീമിയം ഗവൺമെന്റ് വഹിക്കുക, കന്നുകാലികൾക്കുള്ള ചികിത്സാ ചെലവ് ഗവൺമെന്റ് വഹിക്കുക, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി അനുവദിക്കുക, കന്നുകാലി കർഷകർക്ക് നിത്യോപയോഗത്തിനുതകുന്ന വാഹനം വാങ്ങുവാൻ സബ്സിഡി അനുവദിക്കുക, എല്ലാ കന്നുകാലി വളർത്തൽ കർഷകർക്കും കാലിത്തൊഴുത്ത് നിർമ്മിച്ചു നൽകുക തുടങ്ങിയ 14 ആവശ്യങ്ങൾ ഉന്നയിച്ച നിവേദനമാണ് ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തെന്മല. ഗാന്ധി ജയന്തി ദിനാഘോഷങ്ങളുടെ മുന്നോടിയായി പുനലൂർ തൂക്കുപാലത്തിന് സമീപമുള്ള ഗാന്ധി പ്രതിമ വിദ്യാർത്ഥികൾ ശുചീകരിച്ചു. പുനലൂർ ഭാരത് മാതാ ITIയിലെ വിദ്യാർത്ഥികളാണ് ശുചീകരണ പ്രവർത്തനം നടത്തി മാതൃകയായി. പുനലൂർ ഭാരത് മാതാ ITIയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് പുനലൂർ തൂക്കുപാലത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന ഗാന്ധി പ്രതിമയും പരിസരവും ശുചീകരിച്ചത്. ഗാന്ധി ജയന്തി ദിനാഘോഷങ്ങളുടെ മുന്നോടിയായാണ് പ്രതിമയും പരിസരവും ശുചീകരിച്ചത്. 2008 ഭാരത് മാതാ ITIയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പുനലൂർ തൂക്കുപാലത്തിന് സമീപം ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത്. ITI പ്രിൻസിപ്പൽ ഫാദർ വിൻസെന്റ് എസ് ഡിക്രൂസ്, അധ്യാപകരായ രഞ്ജിത്ത്, ബിബിൻ, ITI അഡ്മിനിസ്ട്രേറ്റർ പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ സോജൻ, ശരത്, വിഷ്ണു, എബിൻ, പ്രതാപ്, അനുരാഗ്, അഖിൽ, ബിൻസ്, രാഹുൽ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. മനസ്സു നിറയെ വർണ്ണമാ മിഴിയിലൊഴുകും കനവാ, പട്ടണിഞ്ഞൊരു പെൺകൊടി പൗർണമിരാവിൻ സുന്ദരി മധുവാ. Zodiac Silks and Sarees, opposite Town Juma Masjid, പത്തനാപുരം. അലീന കൺസ്ട്രക്ഷൻസ്, ഇളമ്പൽ, നെല്ലിപ്പള്ളി ആൻഡ് കൊട്ടാരക്കര. വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കെട്ടിട നിർമ്മാണങ്ങൾക്കും പ്ലാൻ, എസ്റ്റിമേറ്റ്, സൂപ്പർവിഷൻ തുടങ്ങി എല്ലാവിധ കെട്ടിട നിർമ്മാണ സംബന്ധമായ സേവനങ്ങൾക്കും അലീന കൺസ്ട്രക്ഷൻസ്, നെല്ലിപ്പള്ളി, ഇളമ്പൽ ആൻഡ് കൊട്ടാരക്കര. ഫോൺ 9496004565. ഞങ്ങളുടെ സഹോദര സ്ഥാപനം അലീന ട്രേഡേഴ്സ്, നെല്ലിപ്പള്ളി. എല്ലാവിധ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽസ്, ഹാർഡ്വെയർ ഐറ്റംസും മിതമായ നിരക്കിൽ ലഭ്യമാണ്. പോൾസൺ ഫർണിച്ചർ. തടിയിൽ നിർമ്മിച്ചെടുത്ത് ശില്പചാരുതയുടെ നിറകുടമായ പോൾസൺ ഫർണിച്ചർ അണിയിച്ചൊരുക്കുന്ന നയനവിസ്മയത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ നൽകുന്ന പണത്തിന് തക്ക ഈടും ഉറപ്പും ബലവും ഭംഗിയുള്ള ഫർണിച്ചറുകൾക്ക് ഞങ്ങളുടെ നവീകരിച്ച ഷോറൂം സന്ദർശിക്കുക. യഥാർത്ഥ ഫർണിച്ചർ യഥാർത്ഥ വിലയ്ക്ക്. പോൾസൺ ഫർണിച്ചർ, പുനലൂർ. ഫോൺ 0475225695. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ.
ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. JS ഫാഷൻ ജ്വല്ലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം JS ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. കടയ്ക്കാമൺ തടി ഡിപ്പോയിൽ ലക്ഷങ്ങൾ വിലയുള്ള തടികൾ ലേലം ചെയ്യാതെ നശിക്കുന്നു. സർക്കാർ ഖജനാവിലേക്ക് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് അധികൃതരുടെ അനാസ്ഥയിൽ ഇല്ലാതാകുന്നത്. കൃത്യമായ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാത്തതിനാൽ കടയ്ക്കാമൺ സർക്കാർ തടി ഡിപ്പോയിൽ ലക്ഷങ്ങൾ വില വരുന്ന തടികളാണ് നശിക്കുന്നത്. വർഷങ്ങളായി മുറിച്ചിട്ടുന്ന തടികൾ പലതും ലേലം ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. സമീപ മണ്ഡലമായ പുനലൂർ നിയോജക മണ്ഡലത്തിലെ MLA വനം വകുപ്പ് മന്ത്രിയായ സാഹചര്യത്തിൽ ഇതിന് നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. കൃത്യമായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ലേലം ചെയ്താൽ സർക്കാരിലേക്ക് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും വനം വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും പൊതുപ്രവർത്തകനായ AK നസീർ ആവശ്യപ്പെട്ടു. ഇത് ഉദ്യോഗസ്ഥർ അനാസ്ഥയാണ്. ഗവൺമെന്റിന് കിട്ടേണ്ട പൈസകൾ ഉദ്യോഗസ്ഥർ അനാസ്ഥയിൽ കിടന്ന് നശിക്കുകയാണ്. ഇതിന് അടിയന്തരമായി തീരുമാനമെടുക്കുവാനോ അതിനുവേണ്ട ടെൻഡറുകൾ വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുവാനോ ഒന്നും ഈ ഡിപ്പോ ഉദ്യോഗസ്ഥർ ഇത് ഒന്നും തന്നെ തുനിയുന്നില്ല. എന്നാൽ നമ്മുടെ പുനലൂരിന് സ്വന്തം മന്ത്രി ഫോറസ്റ്റ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പോലും ഇതൊന്നും പെടുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ ഇതാണ്. എന്നാൽ പോലും കഴിഞ്ഞ കുറെ നാളുകളായി ഇതിനെക്കുറിച്ചെല്ലാം കാര്യക്ഷമമായി അറിയാവുന്ന വ്യക്തിയും കൂടിയാണ് നമ്മുടെ നാടിന്റെ മന്ത്രി. ഇതിനെതിരെ ഇത് എത്രയും പെട്ടെന്ന് ഈ ഡിപ്പോയിൽ കിടക്കുന്ന തടികൾ നീക്കം ചെയ്ത് അതിന് വേണ്ട രീതിയിൽ ലേലം ചെയ്ത് കൊടുത്ത് ഇത് ഗവൺമെന്റിന് കിട്ടാനുള്ള പണങ്ങൾ കണ്ടുകിട്ടണമെന്നാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഐലറ പത്തടിമുകൾ റോഡ് പൂർണ്ണമായും തകർന്നു. വാട്ടർ അതോറിറ്റിയുടെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് റോഡ് തകർച്ചയ്ക്ക് കാരണം. ഏരൂർ ഇടമൺ റോഡിനെയും ഏരൂർ കുളത്തൂപ്പുഴ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഐല പത്തടിമുകൾ റോഡാണ് പൂർണ്ണമായും തകർന്നത്. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി കോൺക്രീറ്റ് റോഡ് കുറുകെ മുറിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ അതിന് മുകളിലേക്ക് വീണ്ടും കോൺക്രീറ്റ് ഇടാതെ വെറും മണ്ണ് മാത്രം ഇടുകയാണ് ചെയ്തത്. ഭാരമേറിയ വാഹനങ്ങൾ കയറി പൈപ്പ് ലൈൻ പൊട്ടിമാറുകയും റോഡ് പൂർണ്ണമായും തകരുകയും ചെയ്തു. നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി ഇതുവഴി സഞ്ചരിക്കുന്നത്. നിലവിൽ റോഡ് പൂർണ്ണമായും ചെളിക്കുണ്ടായി മാറിയിരിക്കുകയാണ്. എത്രയും വേഗം റോഡ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകി കഴിഞ്ഞു. ലൈവ് വാർത്ത, അഞ്ചൽ. ഇനി ഇന്നത്തെ സ്വർണ്ണവും വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ. സ്ത്രീ തൊഴിലാളിയോട് അപമര്യാദയായി പെരുമാറിയ RPL സൂപ്പർവൈസറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏരൂർ പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഒക്ടോബർ 1 ലോക വയോജന ദിനം. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം നാട്ടിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. UDF പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. KPCC വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ livevarta.com സന്ദർശിക്കുക. നമസ്കാരം.